ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി ഇറങ്ങണം. എനിക്ക് ലോങ് സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. നോർമൽ സീറ്റൊക്കെ ഫുൾഫില്ലായിപ്പോയി. സ്ക്രീൻ 2-ലാണ് ഗൈസ്. അപ്പോൾ എനിക്ക് A3 ആണ് കേട്ടോ. ഇത് 330 റുപ്പീസിൻ്റെ ടിക്കറ്റാണ്. ഇവിടെ കാസ്റ്റം കുറവും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി വനിതയെ ബുക്ക് ചെയ്തതാണ്, പക്ഷേ വനിതയുടെ ബുക്കിംഗ് ക്യാൻസലായി പോയി. എന്താ കാരണം എന്നറിയില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ. സ്ക്രീൻ 4-ലായിരുന്നു, DTS Xൽ. ആദ്യം ഞാൻ 10 മണിക്കത്തെ വനിതയുടെ ബുക്ക് ചെയ്തതാണ്, പക്ഷെ ക്യാൻസലായി പോയി. ആദ്യം ബുക്ക് ചെയ്തപ്പോൾ അനുഭവം കൂടി വരാമെന്ന് പറയാം. പിന്നെ അനുഭവയ്ക്ക് മടിയായിരുന്നു, മര്യാദക്ക് ഉറങ്ങിയില്ല അനുഭവം. അതുകൊണ്ട് അനുഭവം പിന്നെ വരുന്നില്ല ഇന്നിപ്പോൾ. ഫുട്ടേജ് ഡയറക്റ്റഡ് ബൈ ഷൈജു ശ്രീധരൻ. സൈജു ആള് മഹേഷിന്റെ പ്രതികാരം, മായാനദി, മറഡോണ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, വൈറസ്, കുമ്പളങ്ങി നൈറ്റ്സ്, ഹലാൽ ലവ് സ്റ്റോറി, അഞ്ചാം പാതിര, നാരദൻ, അന്വേഷിപ്പിൻ കണ്ടെത്തിൻ, നടന്ന സംഭവം, ഇതിൻ്റെയൊക്കെ എഡിറ്ററാണ്. ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആദ്യമായി ഡയറക്റ്റ് ചെയ്ത ഡെബ്യൂ മൂവിയാണ് ഫുട്ടേജ്. ഈ സിനിമയിൽ ആകെ എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്താണെന്നുള്ളത് ഭയങ്കര വിയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം ഈ സിനിമ 2 മണിക്കൂറും എത്രയോ മിനിറ്റുകളേ ഉള്ളൂ, പക്ഷേ ഒരു 4 മണിക്കൂർ കണ്ട ടൈപ്പ് ഒരു ഫീല് എനിക്ക് ഈ സിനിമയിൽ തോന്നി. കാരണം ഫൗണ്ട് ഫുട്ടേജ് രീതിയിലുള്ള ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണിത്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എഡിറ്ററാണ്. അപ്പോൾ ഒരു എഡിറ്ററിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂവിൽ ഇങ്ങനൊരു സാധനം വന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എഡിറ്റർ ആകുമ്പോൾ അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് ചോപ്പ് ചെയ്ത് നമുക്ക് അത്ര ദൈർഘ്യം ഫീൽ ചെയ്യിക്കാത്ത വിധത്തിൽ ചെയ്തെടുക്കുമല്ലോ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിടെ മാത്രം എനിക്കൊരു വിയോജിപ്പുള്ളതുള്ളൂ. അത് മാത്രമേ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമുള്ളൂ. അത് ആദ്യം ഒന്ന് പറഞ്ഞു തീർത്തേക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. എനിക്ക് ഈ സിനിമ വർക്കായി. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഫാമിലി ഓഡിയൻസിനും ജനറൽ മാസ് ഓഡിയൻസിനൊന്നും ഈ സിനിമ എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് ടൈപ്പ് ഒരു ത്രില്ലർ, ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു മൂവിയാണ്. എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. മലയാളത്തിൽ ഫൗണ്ട് ഫുട്ടേജ് മൂവി വേറെ ഏതാ ഉള്ളതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഫൗണ്ട് ഫുട്ടേജ് രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ക്ലിപ്സ് വരും എന്നല്ലാതെ ഒരു സിനിമ മുഴുവനായിട്ട് ഫൗണ്ട് ഫുട്ടേജ് രീതിയിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടാണ്. ഈ സിനിമ എടുത്തിരിക്കുന്നത് സോണി FX ക്യാമറയിലാണെന്ന് തോന്നുന്നുണ്ട്. അതും ഇത് എടുത്തിരിക്കുന്നത് ക്യാമറാമാൻ ആരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട്. കാരണം ഇതിലെ നടന്മാർ തന്നെ കുറേയൊക്കെ ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഡൗട്ടായിപ്പോയി. കാരണം അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇപ്പം ജസ്റ്റ് യൂട്യൂബിൻ്റെ ഇവരുടെ ട്രെയിലറിൻ്റെ താഴെ നോക്കണേ കേട്ടോ. പിന്നെ പ്രൊഡ്യൂസറും കൂടിയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഷൈജു ശ്രീധരൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റൈറ്റർമാരിൽ ഒരാളാണ്. അപ്പോൾ കുറേ പരിപാടി പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും DOP ഷിനോജ് എന്ന് പറഞ്ഞ ഒരാളെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതെങ്ങനെ ഷൂട്ട് ചെയ്തെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. നടന്മാർ തന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, DOP ആളെല്ലാം ഗൈഡ് ചെയ്തിട്ട് അവർ തന്നെയാണോ ക്യാമറ ഹോൾഡ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്തതെന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. കാരണം സിനിമയെ കാണിക്കുന്ന ക്യാമറ കയ്യിലിരിക്കുന്നത് സോണി FX തന്നെയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ക്വാളിറ്റി വൈസ് കിഡിലിനായിരുന്നു. പിന്നെ എക്സെപ്ഷണൽ സൗണ്ട് ഡിസൈൻ, ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ഡിസൈനായിരുന്നു. സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാം കിടലിനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കാര്യത്തിൽ. പിന്നെ ഈ സിനിമ കാണേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ PXL-ലാണ്. കാരണം ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ മൂവിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി PXL ഷോ ഉള്ളത് രാത്രി 10:45-ലാണ്. രാത്രി 10:45 ഞാനിവിടെ നാട്ടിലുണ്ടാവില്ല. അതിന് മുന്നേ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഷോ കാണാൻ പറ്റിയില്ല. രാവിലെ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനായ സ്ക്രീൻ 2-ൽ PVR ലുലുവിൽ ഷോ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എഴുന്നേറ്റപ്പോൾ വൈകിപ്പോയി, എനിക്ക് ആ ഷോ മിസ്സായി. അതുകൊണ്ടാണ് ഞാൻ ഷെണൈസിൽ പോയി കണ്ടത്. ഷെണൈസിൽ സിനിമ തുടങ്ങിയപ്പോഴേക്കും ഇവർ അത് മറ്റേ ഒറിജിനൽ റേഷ്യോയിലല്ല, അതൊന്ന് സൂം ചെയ്താണ് ഇട്ടേച്ചത് ഫുട്ടേജ്. അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് ഒറിജിനൽ റേഷ്യോയിലേക്ക് തിരിച്ച് മാറ്റി. അതിനൊരു 10 സെക്കൻഡ് ഡിലേ വന്നിട്ട് സിനിമ പാതി വഴി ഇങ്ങനെ ഒന്നും പോസായി. എന്നിട്ട് പിന്നെ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡിന് ശേഷമാണ് സിനിമ തുടങ്ങിയത്. അപ്പോൾ തിരിച്ച് ഒറിജിനൽ ഫ്ലാറ്റ് റേഷ്യോയിലേക്ക് മാറിയായിരുന്നു. പക്ഷേ സ്ക്രീൻ ഒരു സ്കോപ്പ് സ്ക്രീനാണ്. ഷെണൈസിലുള്ള എല്ലാ സ്ക്രീൻസും സ്കോപ്പ് സ്ക്രീനാണ്. അവിടെ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ഇല്ല. അതുകൊണ്ട് തന്നെ സൈഡിൽ 2 പില്ലർ ബോക്സിങ് ഉണ്ടായിരുന്നു, ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ തുടങ്ങിയപ്പോൾ അങ്ങനെയല്ലായിരുന്നു. സിനിമ തുടങ്ങിയപ്പോൾ സൂമിൻ ചെയ്ത് ബ്ലാക്ക് ബാർ ഇല്ലാത്ത രീതിയിലാണ് ഇട്ടേച്ചത്.
പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ സിനിമ ഒറിജിനൽ രീതിയിൽ തന്നെ കാണുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അല്ലെങ്കിൽ അവരുടെ ഷൂട്ട് ചെയ്ത് വെച്ചേക്കണതിൻ്റെ കുറേ സാധനങ്ങൾ കട്ടായി പോയാനെ, എസ്പെഷ്യലി കുറേ സീക്വൻസസ് സെക്കൻഡ് ഹാഫിലുള്ളതിലൊക്കെ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പോർഷൻ കട്ടായി പോകും. ഈവൻ ആക്ടേഴ്സ് തന്നെ ചിലപ്പോൾ കട്ടായി പോകും. ആ രീതിയിലാണ് സിനിമ ആ ഒരു ഫ്ലാറ്റ് റേഷ്യോയിൽ കൃത്യമായിട്ട് ഫ്രെയിം ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യർ പോലുള്ളൊരു നടി ഈ സിനിമ ചൂസ് ചെയ്തതിലാണ്. അത് ഭയങ്കര അത്ഭുതമായിപ്പോയി എനിക്ക്. കാരണം നിങ്ങൾ ലവ് എന്നുള്ളൊരു ഫോറിൻ മൂവി കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ലവ് സിനിമ തുടങ്ങുന്ന ദ വെരി ഫസ്റ്റ് സീൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യും എന്ത് ടൈപ്പ് ഓഫ് റോ മൂവിയാണ് അതെന്നുള്ള. വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സെക്സ് സീനോടുകൂടിയാണ് ലവ് എന്നുള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യണം, ദ വെരി ഫസ്റ്റ് വിഷ്വൽ. അതേപോലെ തന്നെ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്ന വിഷ്വൽ വളരെ മെച്ചോറായിട്ടുള്ള, വളരെ എന്താ പറയുക, വളരെ നെയ്ക്കഡല്ല എന്നാൽ നെയ്ക്കഡാണ്. ആ രീതിയിലുള്ള ഒരു ഫുട്ടേജ് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്ത് ലെവൽ റോനെസ്സിലാണ് ഈ സിനിമ മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ മലയാളത്തിൽ അങ്ങനെ വളരെ റെയറായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളൂ. അതിൽ അങ്ങനെ ഒരു സിനിമയിൽ മഞ്ജു വാര്യർ പോലെ ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു നടി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ ബിഗ് റിസ്ക്. കാരണം മഞ്ജു വാര്യർ എന്നുള്ള നടിയുടെ സിനിമ കാണാൻ പൊതുവെ വരുന്നത് ഫാമിലി ഓഡിയൻസസും വീട്ടമ്മമാരും പ്രായമുള്ളവരൊക്കെയാണ്. അവർ വന്ന് ഇത് ആദ്യമേ കാണുമ്പോൾ കിടുങ്ങി പോകും. അതുകൊണ്ടാവാം മഞ്ജു വാര്യർ ഇൻസ്റ്റാഗ്രാം പേജിലും സോഷ്യൽ മീഡിയയിലും വന്നിട്ട് പറഞ്ഞത് ഇതൊരു അഡൾട്ട് മൂവിയാണ്, 18+ പടമാണെന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം സിനിമയുടെ വെരി ഫസ്റ്റ് ഫ്രെയിം തന്നെ ഒരു സെക്സ് സീനാണ്. അതും വളരെ എക്സ്പ്ലിസിറ്റ് ആയ രീതിയിലാണ് കാണിക്കുന്നതും. എന്നാൽ ന്യൂഡിറ്റി ആയിട്ടുമില്ല. അതൊരു പ്രത്യേക ലൈറ്റിങ്, ഒരു എഡിറ്റിങ് വെച്ചിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ ആ ഇൻറ്റിമസി ഭയങ്കര റോ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അത് ഒട്ടും ഗ്രാഫിക് അല്ലാത്ത രീതിയിൽ ശരിക്കും അത് പച്ചക്ക് തന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഇവരുടെ ഈ ഒരു പെയർ വിശാഖ് നായർ കുപ്പി, നമ്മുടെ ആനന്ദത്തിലെ മച്ചാനും ഗായത്രി അശോക് നമ്മുടെ മെമ്പർ രമേശനിൽ അർജുൻ അശോകൻ്റെ കൂടെ അഭിനയിച്ച നടിയാണ്. ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രിയും ഇവരുടെ ഇതിനകത്തുള്ള ഇൻറ്റിമസി ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അത് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് അത്രയും വൈൽഡായിട്ട് തന്നെയാണ് അത് കാണിക്കുന്നതും. അതുകൊണ്ട് തന്നെ ജനറൽ ഓഡിയൻസസ് അല്ലെങ്കിൽ മറ്റേ കുലസ്ത്രീ കുലപുരുഷൻ ടീമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ നെഞ്ചുവേന എടുത്തുകൊണ്ട് ഇരിക്കേണ്ടി വരും ഇത് കണ്ടു കഴിഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് സിനിമ പോകുന്നത്. പക്ഷേ പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, സിനിമ മാത്രമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ആ റോനെസ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ സിനിമ കുഴപ്പമുണ്ടാവില്ല. അല്ലാത്തവരുടെ കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും കുട്ടികളെ ഈ സിനിമക്ക് അലൗ ചെയ്യുമെന്ന് എനിക്ക് തോന്നണേ ഇല്ല. കുട്ടികളായിട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറയും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് സീൻ തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു സീനാണ് ഫസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ. പിന്നെ അങ്ങോട്ട് മൊത്തം അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവർ 3 പേരുടെ ആ ഡെഡിക്കേഷൻ ഇതിനകത്ത് കുറേ ഭയങ്കര എക്സ്ട്രീംലി റോ ആയിട്ടുള്ള ചാപ്പാക്കുരിശിലൊക്കെ പോലെയൊക്കെയുള്ള ടൈപ്പ്, എന്നാൽ അത്രയും വയലൻസ് ഇല്ല, എന്നാൽ പോലും വയലൻസ് വരുന്ന രീതിയിൽ അത്രയും റോ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് മഞ്ജു വാര്യറും വിശാഖ് നായരും ഗായത്രി അശോകും എല്ലാവരും ചേർന്നിട്ടുള്ള സീനുണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഒരു അൺക്രെഡിക്റ്റഡ്, എനിക്ക് ആളുടെ പേരറിയുന്നില്ല, ഒരു പുള്ളിക്കാരി കൂടി ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിലൊരു 10 താഴെ ആൾക്കാരുടെ സിനിമയിലുള്ളൂ. 10 പോലും ഇല്ല, എനിക്കൊന്ന് 7 പേരെന്തോ മൊത്തത്തിലുള്ള. അതിലും മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് 3 പേരും. മഞ്ജു വാര്യറിനെ കാണിക്കുന്നത് പോലും ഫസ്റ്റ് ഹാഫ് തീരാറായി നിൽക്കുന്ന ടൈമിലാണ് കാണിക്കുന്നത് പോലും. അപ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി പടമാണ്, ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ്. ഇത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷേ ഐ ലവ്ഡ് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സിനിമയുടെ ഏറ്റവും വലിയ എൻ്റെ ശത്രുവായിട്ട് എനിക്ക് സിനിമയിൽ തോന്നിയത് ഇതിൻ്റെ ആ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീല് കാരണം ഭയങ്കര ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ചില ഇടങ്ങളിൽ നല്ല ഇടച്ചിൽ എനിക്ക് ഫീൽ ചെയ്തു. നല്ല രീതിയിൽ സിനിമ മുന്നോട്ട് പോകാത്ത പോലെ, അല്ലെങ്കിൽ ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഈ സീൻ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് എനിക്ക് തീർച്ചയായിട്ടും സിനിമ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സങ്കടം, ഇത് ചെയ്തിരിക്കുന്ന ഒരു വളരെ പ്രമുഖനായ ഒരു എഡിറ്ററാണ്. അപ്പോൾ ആ എഡിറ്റർ സ്വന്തം ഡയറക്ടോറിയൽ വന്നപ്പോഴേക്കും ഇത് ഇനി പർപ്പസ്ഫുള്ളി ഇങ്ങനെ ചെയ്തതാണോ എനിക്കറിയില്ല. പക്ഷേ കുറച്ചും കൂടി ഗ്രിപ്പിംഗ് ആക്കാമായിരുന്നു, കുറച്ചും കൂടി ക്രിസ്പ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് എഡിറ്റിങ്ങുള്ള രീതി കൊണ്ടാണ്, അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫൗണ്ട് ഫുട്ടേജ് രീതി കാരണമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം 2 മണിക്കൂറും 6 മിനിറ്റും എന്തോ ഉള്ളൂ സിനിമ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു 4 മണിക്കൂർ 3.5 മണിക്കൂർ കാണുന്ന രീതിയിലുള്ള ഒരു ഫീലാണ് സിനിമ നൽകുന്നത്. കാരണം ഒരു വളരെ ചെറിയൊരു ത്രെഡിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ക്യാരക്ടേഴ്സ് 2 പേര് യൂട്യൂബേഴ്സാണ്, വ്ളോഗേഴ്സാണ്. മെയിൻലി ഈ ഫൗണ്ട് ഫുട്ടേജ് സ്റ്റൈല് രീതിയിൽ ഓരോ ചുരുളഴിയാത്ത രഹസ്യങ്ങൾ തപ്പി നടക്കുന്ന ടൈപ്പ് ഓഫ്
ഒരു വ്ളോഗർ രീതിയിലുള്ള സംഭവം കാണിച്ചിരിക്കുന്നത്. അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് പടത്തിലും ഹിന്ദി പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫൗണ്ട് ഫുട്ടേജ് രീതിയിൽ ഒരുപാട് സിനിമകളുണ്ട്. റെക്ക്, ബ്ലെയർ വിച്ച് പ്രോജക്റ്റ്, രാഗിണി MMS, അങ്ങനെ ഇഷ്ടം പോലെ പടങ്ങളുണ്ട്. വേറെ ലെവല് കുറേ സിനിമകളുണ്ട്. ക്ലവർ ഫീൽഡ്, വീട്ടിലും പടം വരുന്നത്. അങ്ങനെ ഇഷ്ടം പോലെ പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ സിനിമകളുണ്ട്. അന്യായ കുറേ കിടുന്ന പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈവൻ പാരനോർമൽ ആക്ടിവിറ്റി ആ സീരീസ് കംപ്ലീറ്റ്ലി ഫൗണ്ട് ഫുട്ടേജ് രീതിയിലൊക്കെയാണ്. അപ്പോൾ ടെക്നിക്കലി പടം കിടുവാണ്, അത് പറയാതിരിക്കാൻ വയ്യ. എസ്പെഷ്യലി സൗണ്ട് ഡിസൈൻ. ഇതിനകത്ത് ഞാൻ ഷെനൈസി കണ്ടിട്ട് പോലും അവിടെ ഡോൾബി അറ്റ്മോസ് പോലും അല്ല, 7.1 7.1 അല്ല, പൾസിൻ്റെ സ്പീക്കേഴ്സ് ആയിരിക്കണത്. അപ്പോൾ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് എഫക്റ്റ്, ഭയങ്കര. ഇവിടുത്തെ ഷെനൈസി സൗണ്ട് എനിക്ക് DCP അറിയില്ല എന്താണെന്നുള്ളത്. 4K 7.1 ആയിരിക്കണം എന്തായാലും. IAB ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവിടെ എന്തായാലും IAB സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോൾബി അറ്റ്മോസ് ഇല്ല അവിടെ. ഉള്ളതാണെങ്കിൽ മറ്റേ സ്ക്രീൻ മണ്ണിൽ മാത്രം, അതാണെങ്കിൽ മറ്റേ റിക്ലൈനർ ഉള്ളിയതാണ്, അവിടെ ഷോ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, ഈ സിനിമ കാണാൻ ബെസ്റ്റ്, എൻ്റെ അഭിപ്രായത്തിൽ ദി ബെസ്റ്റ് തിയേറ്റർ അൺഡൗട്ടഡ്ലി PXലാണ്. അൺഫോർച്ചുനേറ്റ്ലി കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും ഞാൻ തിരിച്ചു വന്നിട്ട്, ഞാൻ കുറച്ച് ദിവസം എടുക്കും തിരിച്ചു വരാൻ. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എന്തായാലും എന്താണ് PXL ഷോ ഉണ്ടെങ്കിൽ കാണാം എന്നുള്ള മൈൻഡിൽ നിൽക്കുന്നതാണ്. അനുപ എന്തായാലും പടം കണ്ടിട്ടില്ലല്ലോ. അനുപയുടെ കൂടെ ഒന്നും കൂടി പോയി കാണാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. PXL കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഫോർ ഇറ്റ്സ് സിനിമാറ്റോഗ്രഫി ആൻഡ് സൗണ്ട് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ കാര്യം. പിന്നെ ഈ സിനിമാറ്റോഗ്രഫി ഫൗണ്ട് ഫുട്ടേജ് ആയതുകൊണ്ട് തന്നെ കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഓടുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആയതുകൊണ്ട് കുറേ പേർക്ക് ചിലപ്പോൾ ഒരു തലയിറക്കം പോലെ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തേക്കാം. എനിക്കിത് കണ്ട് ശീലമായതുകൊണ്ട് ഞാൻ ഗെയിമൊക്കെ കളിച്ചിങ്ങനെ ഫുൾ ടൈം തലവിറ്റി കിടക്കണ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചിലവർക്ക് ഇത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്തേക്കാം, ചാൻസസ് ഉണ്ട്. കാരണം ഇത് അങ്ങനെ ഒരു മിനിറ്റ് പോലും ക്യാമറ അടങ്ങി വരികയൊക്കെ ഇരിക്കണല്ലോ, ഇങ്ങനെ നടക്കണതാണ്. പക്ഷെ ഫോക്കസ് ഔട്ട് ആവുന്നില്ല കേട്ടോ, അതാണ് ഏറ്റവും വലിയ രസം. ചില സിനിമയൊക്കെ അട്ടർ ഫോക്കസ് ഔട്ട് ആവാറുണ്ട്. ഇതിനകത്ത് ഫോക്കസ് പുള്ളർ വേറെ ലെവല് ജോലിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ, ഇറ്റ് ഇസ് എ യുണീക്ക് മൂവി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് എത്രത്തോളം സിനിമ തിയേറ്ററിൽ വിജയിക്കും ഒന്നും എനിക്ക് ആ കാര്യത്തിലൊക്കെ എനിക്കൊരുപാട് ഡൗട്ട് ഉണ്ട്. കാരണം ഇങ്ങനത്തെ സിനിമകൾ എല്ലാവരും കാണുന്ന തരത്തിലുള്ള സിനിമയല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലല്ല. പിന്നെ ഫസ്റ്റ് സീൻ തന്നെ ചിലവരെ ഡിസ്റ്റർബ് ചെയ്യും, ഫസ്റ്റ് സീൻ തന്നെ ചിലവരെ അരോചകമാക്കും, ചിലവർ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ വരും. ഫസ്റ്റ് സീൻ ലവ് എന്നുള്ള സിനിമയുടെ സമയത്ത് കാൻസിൽ പോലും സംഭവിച്ചിട്ടുണ്ട്. കാൻസിൽ അത് സ്ക്രീൻ ചെയ്ത സമയത്ത് ആൾക്കാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമ്മുടെ മറ്റേ കേരള എന്താണ് ഇതിൽ നമ്മുടെ IFFKയിൽ സിനിമ ഇട്ടപ്പോഴേക്കും കുറേ പേര് ആദ്യം ഇറങ്ങിപ്പോയി. കാരണം അത്ര എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള പോണോഗ്രാഫിക് ആയിട്ടുള്ള സീനായിരുന്നു ഫസ്റ്റ് സീൻ തന്നെ ലവിൻ്റെ. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല, ന്യൂഡിറ്റി കാണിക്കുന്നില്ല എന്നുള്ളത്, അതായത് പ്രൈവറ്റ് പാർട്സ് കാണിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷേ അത് എന്നാൽ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ആ റോനെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് വൾഗർ എന്നുള്ള രീതിയിൽ ഞാൻ പറയില്ല, വേണമെങ്കിൽ വൾഗറായിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതിനകത്ത് വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ആ ഒരു വോയറിസം എന്നുള്ളൊരു സാധനം നല്ലപോലെ ഉണ്ട്. ഇതിലെ രണ്ട് ക്യാരക്ടേഴ്സും വോയറിസം എന്നുള്ള ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു ഇതിനകത്ത്. അത് ആൾക്കാരുടെ ആ ഒരു മറ്റുള്ള ആളുടെ കിടപ്പുറയിലോട്ടോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തി നോക്കാനുള്ള ടെൻഡൻസി പൊതുവെ ആളുകളിലുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സാധനമാണ് ഡയറക്ടർ പുട്ട് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പക്ഷേ പുള്ളി അത് ചെയ്തിരിക്കുന്നത് നീറ്റായിട്ടാണ്. ഈ ആ ഒരു ഓവർ സ്ട്രെച്ച്ഡ് ഫീലിംഗ് ഒഴികെ എനിക്ക് സിനിമ കുഴപ്പമില്ലാന്നാണ് തോന്നിയത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ആക്ച്വലി. ഇത്ര എനിക്ക് പറയാനുള്ളത്. ഇന്ന് വേറെയും സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ മലയാള സിനിമയിലെ നടിമാരിൽ കുറച്ച് നാളിൽ വിട്ട് നിന്നേച്ച 3 നടിമാരാണ് ഒന്നിച്ച് സിനിമയായിട്ട് വന്നിരിക്കുന്നത്. ഭാവനയുടെ ദ ഹണ്ട് ഇറങ്ങിയിട്ടുണ്ട്, മീര യാസ്മിൻ്റെ പാലും പഴവും ഇറങ്ങിയിട്ടുണ്ട്, മഞ്ജു വാര്യറിൻ്റെ ഇപ്പോൾ ഫുട്ടേജ്. 3 പേരും കൂടിയാണ് ഇന്ന് വേറെ സിനിമകൾ 2-3 വേറെ ഉണ്ട്. പക്ഷേ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് ഇതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബാക്കി 2 പടം കാണാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. എനിക്കിന്ന് ടൈം വളരെ കുറവാണ്, ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇന്നത്തെ മെയിൻ മറ്റൊരു റിലീസ് ഏലിയനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് തന്നെ ഏലിയൻ കാണാൻ വേണ്ടിയാണ്. ഞാൻ ഏലിയൻ കാണുന്ന IMAX ലേസറിലാണ്. അത് ഏതാണ് IMAX, എവിടം വരെയാണ് ഞാൻ പോണേന്നൊക്കെ വീഡിയോ വരും. അപ്പോൾ അത് ഞാൻ തിയേറ്ററിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ടും ഏലിയൻ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ കാത്തിരിക്കുക, അത്ര പറയാനുള്ളൂ. ബൈ ബൈ.